ഹലോ, ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ എൻ്റെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു എൻറ്റയർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഇമ്പോർട്ടൻ്റ് തോന്നിയ ഒരു ടോപ്പിക് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സി സെക്ഷനോ അല്ലെങ്കിൽ നോർമൽ ഡെലിവറിയോ എന്തും ആയിക്കോട്ടെ, അത് കഴിയുന്ന ഒരു സ്ത്രീയോട് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നീട് ഉപദേശങ്ങളുമായിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഫീഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ കുടിപ്പിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പൊസിഷൻ പിടിക്കണം, ഇന്ന ഭക്ഷണം കഴിക്കണം, ഇന്ന ഭക്ഷണം കഴിക്കരുത്, ഇത്ര മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം എന്നൊക്കെയുള്ള അവനവൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് പലരും നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അത് എപ്പോഴും നമുക്ക് ആപ്ലിക്കബിൾ ആവണം എന്നുമില്ല, ചിലതാവുകയും ചെയ്യാം. അപ്പം അതിലൊരു സയൻറ്റിഫിക് വശമൊന്നും ഉണ്ടാവണം എന്നില്ല. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് എൻ്റെ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെലിവറി അവിടെയായിരുന്നു. നമ്മുടെ ഡോക്ടർ നമ്മളെ ഇങ്ങനെ ലാക്ടേഷൻ കൗൺസിലർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ലാക്ടേഷൻ കൗൺസിലറെ ഒന്ന് കൺസൾട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ തന്നെയുള്ള അങ്ങനെ ഒരു പോസ്റ്റിലേക്കുള്ള ഒരാളുടെ അടുത്തേക്ക് നമ്മളെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഇങ്ങനെയാണോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു ലാക്ടേഷൻ കൗൺസിലർ ഉള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എല്ലാ ഹോസ്പിറ്റലുകളിലും അങ്ങനെ ഒരു പോസ്റ്റിലുള്ള ഒരാൾ ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ നേഴ്സുമാർ തന്നെ പലരും 2 മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ നേഴ്സുമാരുണ്ട്, 1 മണിക്കൂർ കൂടിയിരിക്കുമ്പോൾ കൊടുക്കണം, അരമണിക്കൂർ കൂടിയിരിക്കുമ്പോൾ കൊടുക്കണം, ഇങ്ങനെ പല അവർക്ക് തോന്നുന്ന രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തവണ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരത്തുള്ളൂ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നുള്ളത്. അവർ പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് കുഞ്ഞത് ഫീഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ കറക്റ്റ് ആവുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു അമ്മയും കുഞ്ഞും തമ്മിലൊരു ബോണ്ടൊക്കെ ഉണ്ടായി വരാൻ കുറച്ച് സമയമെടുക്കും. ഇത് നമ്മൾ ലേബർ റൂം വിട്ടിറങ്ങി കഴിയുമ്പോൾ തന്നെ അടുത്ത സെക്കൻഡിൽ നമ്മൾ സ്വിച്ച് ഇട്ട പോലെ ഫീഡ് ചെയ്യാനായിട്ട് പ്രാപ്തിയാവണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ കൂടെ ഉള്ളവരും ഈ ഹോസ്പിറ്റലിനകത്തുള്ള സ്റ്റാഫുകളും നമ്മളോട് പെരുമാറുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടെൻഷനാവും. ഒരു ന്യൂ ബോൺ ബേബിയെ ഹോൾഡ് ചെയ്യുന്ന ഒരു ന്യൂ ബോൺ മോം എന്ന് പറയുമ്പോൾ അവർക്കും ഈ കുഞ്ഞ് എന്താ ഇതിന് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ വിശക്കുന്നുണ്ടാവുമോ, എന്തുകൊണ്ടാണ് കരയുന്നത്, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പം മെൻ്റലിയും ഫിസിക്കലിയും നമ്മൾ ആ സമയത്ത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും ഈ പറയുന്ന സ്റ്റിച്ചിൻ്റെ പെയിൻ കൊണ്ടും ഒക്കെ നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കും. മെൻ്റലി നമ്മൾ ഒട്ടും ഓക്കെ ആയിരിക്കത്തില്ല. ഈ സമയത്ത് വരുന്നവരും പോകുന്നവരും നമ്മളെ കാണാൻ വരുന്നവരും എല്ലാം നമുക്ക് കുറേ ഉപദേശങ്ങൾ തരും. ഇതിൻ്റെ കൂടെ കുറേ പേര് നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി വന്ന് പിടിച്ചു തരിക, എടുത്തു തരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് നമുക്ക് ഓൾറെഡി ഉള്ള പെയിൻ്റെ കൂടെ കൂടുതൽ പെയിൻ ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. അതേസമയം കറക്റ്റായിട്ടൊരു നമ്മുടെ കൂടെ നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഒന്നുകിൽ പ്രസവത്തിന് മുമ്പോ അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷമോ കറക്റ്റായി ഇത് പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനും നമ്മളെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുമായിട്ടൊരു ലാക്ടേഷൻ കൗൺസിലർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് എല്ലാ അമ്മമാർക്കും ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ വരുന്ന പേരൻസിനും അല്ലെങ്കിൽ വരുന്ന അമ്മമാർക്കും വീട്ടുകാർക്കും ഇങ്ങനൊരു ഇതുണ്ട് എന്നുള്ളതിനെ പറ്റി അവയർനെസ് ഉണ്ടോ എന്നുള്ള കാര്യവും അത്ര എനിക്കറിയില്ല. എത്രത്തോളം ആളുകൾക്ക് അതിനെപ്പറ്റി അവെയർ ആണെന്നുള്ളതും അറിയില്ല. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ട് ഓരോ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ പ്രോപ്പറായി ഇത് ഇങ്ങനെ ഒരു ഇതുണ്ട്, അവിടെ നമുക്ക് ഈ ഒരു സഹായം തേടാൻ പറ്റും എന്ന് ആളുകൾക്ക് അറിയുമെന്നും എനിക്കറിയില്ല. വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന ഒരു ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫീഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ അവർ എന്താ പറയുക പ്രോപ്പറായി ഡീൽ ചെയ്ത് വിടും എന്നുള്ള രീതിയിൽ. ഞാനത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ടില്ല, ജസ്റ്റ് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം, അതായത് ലാക്ടേഷൻ കൗൺസിലറുടെ അഭാവം എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസിൽ ഭയങ്കര വലിയൊരു അഭാവം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ മെൻ്റലി ഒത്തിരി ആളുകളുടെ ഈ ഒരു കുത്തുവാക്കും കാര്യങ്ങളും നമ്മളെ കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആവും. ആ സമയത്ത് ഉള്ള നമ്മുടെ മിൽക്ക് പോലും കറക്റ്റായിട്ട് പമ്പ് ചെയ്യാൻ പറ്റാതെ, കുഞ്ഞിന് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളും കാര്യങ്ങളും വന്ന സ്ത്രീകളും അവരുടെ എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അവർ വിഷമിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ലാക്ടേഷൻ കൗൺസിലറുടെ ആവശ്യകതയെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യവും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.